ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. അങ്ങനെ 10th പ്രിലിംസ് എത്താറായി. ഇനിയിപ്പോൾ അധിക ദിവസമില്ല. അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ നോക്കണം. 10th പ്രിലിംസിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളൊരു ഓഡിയോ ക്ലാസ് ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യത്തെ ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ബാക്കി ക്ലാസ് ഒരു മാരത്തോൺ സെക്ഷനായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 2021 ഒരു സെക്ഷൻ, 2022, 2023 അങ്ങനെ ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി മാരത്തോൺ സെക്ഷനായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓഡിയോ ക്ലാസ് ആണെന്ന് കരുതി നമുക്കൊരിക്കലും പഠിക്കാൻ പറ്റാഴികയൊന്നുമില്ല. ഓഡിയോ ക്ലാസ് നമുക്ക് കേട്ടാൽ മതിയല്ലോ. എല്ലാ ഫാക്റ്റും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്, അങ്ങനെയൊക്കെ ഉള്ളവർ ഏതായാലും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കത്തില്ല. ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾ വണ്ടിയെ പോകുമ്പോഴോ അല്ല പണി ചെയ്യുമ്പോഴൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് അത് കേൾക്കുകയല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഓഡിയോ ക്ലാസ് ചെയ്യുന്നത്. നിങ്ങൾ ആ ക്ലാസ് കേട്ടാൽ മതി. ഏതായാലും നമ്മൾ കേൾക്കുന്നതിലൂടെയാണ് നമ്മുടെ മെമ്മറി കൂടുതൽ നിലനിൽക്കുന്നത്. അപ്പം നമുക്ക് ഓഡിയോ ക്ലാസ് എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തുടങ്ങാം. ആദ്യമായിട്ട് PSC പ്രിലിംസ് നടത്തി തുടങ്ങിയ സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കാറ്റഗറി നമ്പർ 029/2021 ആണ്. 029/2021. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം. ഓപ്ഷൻ്റെ അകത്ത് ഈജിപ്ത്, ഫ്രാൻസ്, ഇറാൻ, ബ്രസീൽ ഉണ്ടായിരുന്നു. ബ്രസീലാണ് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം. നമ്മളിപ്പോൾ 2 ഫാക്റ്റാണ് പറഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. പിന്നെ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യമായിരുന്നു ബ്രസീൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? 8°4' നോർത്ത് മുതൽ 37°6' നോർത്ത് വരെ. 8°4' നോർത്ത് മുതൽ 37°6' നോർത്ത് വരെ. അപ്പം നമ്മൾ 3 കാര്യം പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യമാണ് ബ്രസീൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയാണ് 8°4' നോർത്ത് മുതൽ 37°6' നോർത്ത് വരെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയായിരുന്നു? 8°4' നോർത്ത് മുതൽ 37°6' നോർത്ത് വരെ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി തന്നിരിക്കുന്നതിൽ നർമ്മദയായിരുന്നു. അപ്പൊ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികൾ ഏതൊക്കെയായിരുന്നു? ഓപ്ഷനിൽ തന്നിട്ടുള്ളത് കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്നു. നർമ്മദ ഉൾപ്പെടുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു. അപ്പം സിന്ധുവിന്റെ നദിക്കരയിലാണ് ലേ എന്ന എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളാണ് കൃഷ്ണ, കാവേരി, മഹാനദി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരിയാണ് കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8°4' നോർത്ത് മുതൽ 37°6' നോർത്ത് വരെ. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം തന്നിരിക്കുന്നതിൽ ബ്രസീലായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ എന്നാ? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതായിരുന്നു? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിന്ധു നദിക്കരയിൽ. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? അറബി ഭാഷയാണ്.
കാൽ ബൈശാഖി എന്നത് കാറ്റാണ്. കാൽ ബൈശാഖി എന്നത് കാറ്റാണ്. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നെടുത്താണ്? അറബി. കാൽ ബൈശാഖി എന്നത് കാറ്റാണ്. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി ആരായിരുന്നു? കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ കാവേരി, മഹാനദി, കൃഷ്ണ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിന്ധു നദിക്കരയിൽ. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാ? അറബി. കാൽബൈശാഖി എന്താണ്? കാറ്റ്. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൽ ഏത് മൃഗമാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡ് ഗാമ. എന്താണ്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാരാണ്? വാസ്കോഡ് ഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം എന്നാണ്? 1858. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമാണ് 1858. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. ഝാൻസി റാണി വീരമൃത്യു വരിച്ചതാണെങ്കിൽ 1858. ആത്മീയ സഭയാണെങ്കിൽ 1815. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോഡ ഗാമ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിനാണ് പ്രസിദ്ധമായത്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. കാൽബൈശാഖി എന്തായിരുന്നു? കാറ്റ്. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നെടുത്തതാണ്? അറബി ഭാഷ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? എല്ലാവർക്കും അറിയായിരിക്കും. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24ാം ഭേദഗതി. ഓർത്തോളണം, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24ാം ഭേദഗതി.
സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം എടുത്ത് മാറ്റിയില്ലേ, എന്നിട്ട് അത് എന്താക്കി? നിയമാവകാശമാക്കി. അതേത് ഭരണഘടനാ ഭേദഗതിയാണ്? 44-ാം ഭേദഗതി. ഏതാണ്? 44-ാം ഭേദഗതി. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 16. അവസര സമത്വം അനുച്ഛേദം 16. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 16. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതി. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതി. ഏതാണ്? 24-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം. പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചതും ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏത് വർഷമായിരുന്നു ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. ഝാൻസി റാണി വീരമൃത്യു വരിച്ചതാണെങ്കിൽ 1858. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858-ലും ആത്മീയ സഭ രൂപീകരിച്ചത് 1815-ലും. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359. 359. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? 44-ാം ഭേദഗതി. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. ആത്മീയ സഭ രൂപീകരിച്ചത് 1815. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858. ഓക്കെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാന്നാ ചോദിച്ചത്? അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇനി ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 7 പേരുണ്ട്. ഇതിൻ്റെ അകത്ത് 3 പേരേ ഉള്ളൂ. ഈ കൊടുത്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ വനിതാ കമ്മീഷൻ ഉണ്ട്, പട്ടികവർഗമുണ്ട്, പട്ടികജാതി ഉണ്ട്. നിയമകാര്യ വകുപ്പ് മന്ത്രി ഇല്ല. അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? ഗവർണർ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന എന്നാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. എന്നാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858. ഓക്കെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നത് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രി. നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരം. ഏതാണ്? മഞ്ചേശ്വരം.
അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ പുരുഷാംഗം ആരായിരുന്നു? അലോക് റാവത്ത്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 16. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതി. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതി. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1993 ആത്മീയ സഭ 1815 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 പിന്നെ ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്ത പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം. പൊതുനിയമനങ്ങളിൽ അവസര സമത്വമാണെങ്കിൽ അനുച്ഛേദം 16. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഏതാന്നാ പറഞ്ഞേ? 359. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. പിന്നെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരുന്നത് ആരൊക്കെയായിരുന്നു? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, കുറച്ച് അംഗങ്ങളും കൂടെ ഉണ്ട്. ഉൾപ്പെടാത്തതായിരുന്നു കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. പിന്നെ നമ്മൾ പറഞ്ഞ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18. എത്ര ശതമാനമാണ്? 1.18. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് കുണ്ടറ. ഏതാണ്? കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ളതാണ് കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഏത് മൃഗത്തിനാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? തനിമ, കൃതിക, കൈത്തറി. കേരളത്തിലെ വടക്കേയറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. ദേശീയ വനിതാ കമ്മീഷനിൽ ആദ്യ പുരുഷ അംഗം ആരായിരുന്നു? അലോക് റാവത്ത്. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ളത് കുണ്ടറ. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% ആണ് കേരളം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലി. തനിമ, കൃതിക, കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് തന്നിരിക്കുന്നതിൽ നീണ്ടകരയായിരുന്നു. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് ആണ് നീണ്ടകര. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ആണ് ബ്രഹ്മപുരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമാണ് നിലമ്പൂർ. ഏതാണ്? നിലമ്പൂർ. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ബ്രഹ്മപുരം. ഏതാണ്? ബ്രഹ്മപുരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ളത് നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയായ 183 ബന്ധിപ്പിക്കുന്നതാണ് ഡിണ്ടിഗൽ, കൊല്ലം. സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള കേരളത്തിലെ സ്ഥലം ഏതാണ്? നിലമ്പൂര്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ബ്രഹ്മപുരം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് ആണ്
നീണ്ടകര. തനിമ, കൃതിക എന്നീ പദ്ധതികൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കൈത്തറി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമായിരുന്നു കുണ്ടറ. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമായിരുന്നു കേരളം? 1.18. കേരളത്തിലെ വടക്കേയറ്റത്തുള്ള പഞ്ചായത്തായിരുന്നു മഞ്ചേശ്വരം. ഏതാണ്? മഞ്ചേശ്വരം. സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? മുഖ്യമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നതാണെങ്കിൽ ഗവർണർ. ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 പിന്നെ നമ്മൾ 2 വർഷങ്ങളും കൂടെ പറഞ്ഞായിരുന്നല്ലോ. ആത്മീയ സഭ 1815 ചാൻസലറാണ് വീരമൃത്യു വരിച്ചത് 1858. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചതും പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പിന്നെ ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ചത് ബ്രഹ്മസമാജമാണ്. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ് ഗാമ. കാൽബൈശാഖി എന്തായിരുന്നു? കാറ്റ്. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നാണ്? അറബി. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയായിരുന്നു? കാവേരി, മഹാനദി, കൃഷ്ണ. കാവേരി, മഹാനദി, കൃഷ്ണ. ഉൾപ്പെടാത്തായിരുന്നു നർമ്മദ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി ആരായിരുന്നു? കൊടൈക്കനാൽ. കൊടൈക്കനാൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8°4 നോർത്ത് മുതൽ 37°6 നോർത്ത് വരെ. 8°4 നോർത്ത് മുതൽ 37°6 നോർത്ത് വരെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതായിരുന്നു? ഡെക്കാൻ പീഠഭൂമി. തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും വലിപ്പമുള്ള രാജ്യം ഏതായിരുന്നു? ബ്രസീൽ. പിന്നെ നമ്മൾ എന്നാ പറഞ്ഞേ? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതായിരുന്നു? അഴീക്കോട് മുനക്കൽ ബീച്ച്. ഏതായിരുന്നു? അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം 50 ക്വസ്റ്റ്യനായി. ഈ 50 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ഇനി അറിയാത്തതായിട്ടുണ്ടായിരിക്കത്തില്ല. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 44ാം ഭരണഘടനാ ഭേദഗതി. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്തതാണെങ്കിൽ 24ാം ഭേദഗതി. പൊതുനിയമനങ്ങളിൽ അവസര സമത്വമാണെങ്കിൽ അനുച്ഛേദം 16. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359. പിന്നെ നമ്മൾ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനെ പറഞ്ഞു. ആരുടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ ഉണ്ടായിരുന്നു, പട്ടികവർഗ കമ്മീഷൻ ഉണ്ടായിരുന്നു, പട്ടികജാതി ഉണ്ടായിരുന്നു. അതിൽ ഉൾപ്പെടാത്തതാണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വിവേകാനന്ദൻ. കേരളത്തിലെ വിവേകാനന്ദൻ. കേരളത്തിലെ വിവേകാനന്ദനാണ് ആഗമാനന്ദ സ്വാമി. കേരളത്തിലെ വിവേകാനന്ദനാണ് ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് അക്കാമ ചെറിയാൻ. ആരാണ്? അക്കാമ ചെറിയാൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിതയും അക്കാമ ചെറിയാനാണ്. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയായിരുന്നു? വെങ്ങാനൂർ. എവിടെയാണ്? വെങ്ങാനൂർ. ഏത് വർഷമായിരുന്നു? 1909. ഏത് വർഷമാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂരിലാണ്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. ആരാണ്? വൈകുണ്ഠസ്വാമി. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂരിലാണ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നാണ്? തലശ്ശേരി. എവിടെ നിന്നാണ്? തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷമാണ് 1797.
ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷമാണ് 1797. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. എന്താണ് അഞ്ചുതെങ്ങ് കലാപം? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പുരളിമല. പഴശ്ശി വിപ്ലവം. ഏതാണ്? പഴശ്ശി വിപ്ലവം, പുരളിമല. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷമാണ് 1930. 1930. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷമാണ് 1930. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷമാണെങ്കിൽ 1797. പിന്നെ വെങ്ങാനൂരിൽ വെച്ച് ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. ഏത് വർഷമായിരുന്നു? 1909. 1909. നമ്മൾ കുറച്ച് വർഷങ്ങളും കൂടെ പറഞ്ഞായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. പിന്നെ ഏതാ വർഷം പറഞ്ഞത്? ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. ഝാൻസി റാണി വീരമൃത്യു വരിച്ചതാണെങ്കിൽ 1858. ഏതായിരുന്നു അയ്യങ്കാളി കേരളത്തിലെ കർഷക സമരം സംഘടിപ്പിച്ച സ്ഥലം? വെങ്ങാനൂര്. വെങ്ങാനൂര്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ചതാണെങ്കിൽ 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണമാണ് 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ഏതാണ്? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരള്. എവിടെയാണ്? കരള്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. എവിടെയാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നതാണ് ബയോട്ടിൻ. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നതാണ് ബയോട്ടിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്നത് വിറ്റാമിൻ സി. പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റ. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിൽ വെച്ച്. മനുഷ്യരിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണെങ്കിൽ ശ്വാസകോശം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യത്തെ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റൽ. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ്. എന്താണ്? സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം DDT. സൈലന്റ് സ്പ്രിംഗ് DDT. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. കലാമിൻ സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. ഭാവിയിലെ ഇന്ധനം. ഭാവിയിലെ ഇന്ധനം ഏതാണ്? ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരായിരുന്നു? സിങ്ക്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ. ഏതാണ്? ഇലക്ട്രോൺ. റേച്ചൽ കഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയമാണ് DDT. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നതാണ്
ബയോട്ടിൻ. വൈറ്റമിൻ എച്ച് ബയോട്ടിൻ. വൈറ്റമിൻ എച്ച് ബയോട്ടിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലം. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണെങ്കിൽ മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാ? ശ്വാസകോശം. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിൽ വെച്ച്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദണ്ഡങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 32. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമാണ് ഓക്സിജൻ. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഏതാണ്? ഓക്സിജൻ. അപ്പൊ സാധിക്കുന്നത് ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിരിക്കുമല്ലോ. ഏതൊക്കെയാ? നൈട്രജൻ, ക്ലോറിൻ, സൾഫർ. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ നൈട്രജൻ, ക്ലോറിൻ, സൾഫർ എന്നിവയെ തിരിച്ചറിയാൻ സാധിക്കും. സാധിക്കാത്തത് ഓക്സിജൻ. ഓക്സിജൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം 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 ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ഇവിടെ ഓപ്ഷൻ 7 ആയിരുന്നു. ഇപ്പോൾ 7 അല്ലെന്ന് നമുക്കറിയാം. ഞങ്ങൾ അതിൻ്റെ ക്ലാസ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് നിലവിലുള്ളതെന്ന് കണ്ടുപിടിക്കാം. ഒരു ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. ഒരു ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. എത്രയാണ് ഒരു ന്യൂട്ടൺ? ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵5. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵5 ഡൈൻ. 10⁵5 ഡൈൻ. 10⁵5 എന്ന് എങ്ങനെ എഴുതുന്നേ? 10 എഴുതുന്നു, 10ന്റെ മേളിൽ 5, അതാണ് 10⁵5. 10⁵5 ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ. 10⁵5 ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ. 10⁵5 ആണ് ഒരു ന്യൂട്ടൺ. 10⁵5 ഡൈൻ. ഡൈൻ എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് ആണ് 10⁵5 ഡൈൻ. DYNE. 10⁵5 ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായത് പ്ലൂട്ടോ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായത് ഏതാണ്? പ്ലൂട്ടോ. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵5 ഡൈൻ. 10⁵5 ഡൈൻ. ദ്രവ്യത്തിന് എത്ര അവസ്ഥയാണ്? കണ്ടുപിടിച്ചോണം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം, അതാണ് ചലനം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഊർജം. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ഓക്സിജൻ. തിരിച്ചറിയാൻ സാധിക്കുന്നതോ നൈട്രജൻ, ക്ലോറിൻ, സൾഫർ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഏതായിരുന്നു ഉപയോഗിക്കുന്നത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. കലാമിൻ സിങ്ക്. കലാമിൻ ഏത് ലോകത്തിന്റെ അയിരാണ്? സിങ്ക്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതാണ് ഇലക്ട്രോൺ. ഏതാണ്? ഇലക്ട്രോൺ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായത് പ്ലൂട്ടോ. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵5 ഡൈൻ. 10⁵5 ഡൈൻ. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം ചലനം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഊർജം. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിനാണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഷുവറാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓഡിയോ ക്ലാസ്സുകൾ ഇനിയും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ക്ലാസ് ഇങ്ങനെ ഓഡിയോ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാരത്തോണായിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. 2021 ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, അത് ചെയ്യുന്നു. അതും നമ്മൾ പഠിപ്പിച്ച് തന്നെ ഈ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചു വിടും. പിന്നീട് നിങ്ങൾക്ക് പോയി ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. കേട്ടാൽ തന്നെ ഈ ഒറ്റ ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾ ആ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ വരുന്ന 10th പ്രിലിംസിന് ഈ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് എന്നാണെങ്കിലും ഒരു 40 മാർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി മാർക്സ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മാർക്സ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യണം. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ടൂടെ രേഖപ്പെടുത്തണം. ഓക്കെ, അടുത്ത സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്